ഹലോ ഓൾ, വെൽക്കം ടു മിൻറ്റ് PSC. സോ ഇന്ന് നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് ബീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് വന്നു. December 20th ആണ് എക്സാം നടക്കാൻ പോകുന്നത്. സോ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി പഠിക്കേണ്ടത്, ഇതുവരെ ഒന്നും പഠിച്ചില്ല. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറേ ആയി, പക്ഷേ ഇതുവരെ നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി പഠിച്ചാലും മതിയോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളൊരു സമയമായിരിക്കും അല്ലേ. സോ അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റെസൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്, 60 days സ്റ്റഡി പ്ലാൻ. അപ്പോൾ നമുക്കറിയാം 60 days എന്ന് പറഞ്ഞാലും എന്താണ്, ഒക്ടോബർ നവംബർ 2 മാസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. 2 മാസങ്ങൾ, ഒക്ടോബർ കംപ്ലീറ്റ് ഉണ്ട്, നവംബർ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 60 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എടുക്കാം. ഈ ഒരു 60 ദിവസം കഴിഞ്ഞാലും പിന്നെയും നോക്കിയേ, December 20ാം എക്സാം അല്ലേ. അപ്പോൾ അടുത്ത ഒരു 20 ദിവസം, ഒരു 19 ദിവസം കൃത്യമായ റിവിഷനുള്ള സമയം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 60 ദിവസം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതിനുശേഷമുള്ള ഒരു 19 ദിവസത്തെ കംപ്ലീറ്റ് റിവിഷനും കൂടെ കൊടുത്താൽ എന്തായാലും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു 60 ദിവസം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, സോ എക്സാം ഡേറ്റ് നമുക്ക് വന്നു കഴിഞ്ഞു. എന്നാണ് എക്സാം നടക്കാൻ പോകുന്നത്? 20th അല്ലേ, 20th December 20ാം തീയതി 2025 December 20ാം തീയതിയാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. സോ ഇനി എന്തൊക്കെ ചെയ്യാം നമുക്ക് ഈ ഒരു ദിവസത്തിലേക്ക്? ഇനി എന്താണ്, കുറച്ച് അല്ലെ 2.5 മാസം, കൃത്യമായിട്ട് അത് 2.5 മാസം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, സിലബസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നോക്കാം. ഓക്കെ, ഏതൊരു എക്സാമിലേക്ക് നിങ്ങൾ തുടങ്ങുമ്പോഴും എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ തുടങ്ങിയിട്ടേ ഇല്ല, ജസ്റ്റ് എക്സാം അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളവർക്ക്, അല്ലെങ്കിൽ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും പ്രോപ്പറായിട്ടല്ല, ഇടയ്ക്കൊക്കെ തോന്നുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു പക്ഷെ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളവർക്കുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിന്ന് പറയുന്നത്. അപ്പം ഇനി അതല്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനി വരുന്ന 60 ദിവസം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഏതൊക്കെ സബ്ജക്ട്സിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് നമുക്കറിയാം, ബീറ്റ് ഫോറസ്റ്റ് എക്സാം എന്ന് പറയുന്നത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എന്ന് പറയുന്നത് 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് വരുന്നൊരു എക്സാം ആണ് അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, ഒറ്റ എക്സാമേ ഉള്ളൂ. പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്നത് 2 എക്സാം ഇല്ല, ഒറ്റ എക്സാം മാത്രമാണ് ഉള്ളത്. ആ ഒരു ഒറ്റ എക്സാമിൽ തന്നെ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കാണ് വരുന്നത് അല്ലേ. അപ്പം ഈ 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുക. 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പോഴാണ് നിങ്ങൾ കൃത്യമായിട്ട് ഇന്നൊരു എക്സാമിന് വേണ്ടിയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ കിട്ടുക അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, ബാക്കിയെല്ലാം നിങ്ങൾ സാധാരണ രീതിയിൽ PSC എല്ലാ എക്സാംസിനും പഠിക്കുന്ന അതേ സിലബസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ GK നോക്കിയാലും ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാ കാര്യങ്ങളും എന്താണ്, നിങ്ങൾ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് പഠിക്കുന്ന കാര്യമാണ്. പക്ഷേ കൃത്യമായിട്ട് ഈ ഒരു എക്സാമിലേക്ക് തന്നെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. 20 മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണുള്ളത്. അപ്പം ആ ഒരു കാര്യത്തിലേക്ക്, സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പ്രത്യേകമായിട്ടുള്ള ഫോക്കസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഈ ഒരു 20 മാർക്സ് ആണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇനി അടുത്തതിലേക്ക് വരുമ്പോൾ 10 മാർക്കിൻ്റെ 4 സബ്ജക്ട്സ് വരുന്നുണ്ട്. ഓക്കെ, 10 മാർക്കിൻ്റെ 4 സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഒന്ന് കറണ്ട് അഫയേഴ്സ് ആണ്, ആനുകാലിക വിഷയങ്ങൾ, അതുപോലെ മാത്സ് ആൻഡ് റീസണിങ്, അടുത്തത് ജനറൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മലയാളം, പ്രാദേശിക ഭാഷയിൽ തന്നെ മലയാളം എന്ന് പറയുന്നത്. സോ ഇതിനാണ് 40 മാർക്ക് വരുന്ന അടുത്ത ഒരു ഏരിയയ്ക്കാണ് അടുത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇനി അടുത്ത 40 മാർക്ക് വരുന്നത് ഈ ഒരു ഏരിയയാണ്. അടുത്ത 40 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് GK എന്ന് പറയുന്ന സബ്ജക്ട്സിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ GK എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചരിത്രം വരുന്നു, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനവും, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, കലാ, കായികം, സാഹിത്യം, സംസ്കാരം തുടങ്ങിയിട്ടുള്ള ഇത്രയും വിഷയങ്ങൾക്കെല്ലാം കൂടെ 40 മാർക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും PSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഏരിയനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ എപ്പോഴൊക്കെയോ പഠിച്ചു വെച്ച കാര്യങ്ങൾ എന്തൊക്കെയോ അറിയാമെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി എന്താണ്, ഇനിയുള്ള ദിവസം നമ്മളത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിനായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് പോവുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. സോ ഓക്കെ, 60 ദിവസത്തെ പ്ലാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. 60 ദിവസം. ഓക്കെ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങൾ, ഈ 2 മാസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ ഈ 60 ദിവസത്തിനെ 20 ദിവസത്തിൻ്റെ 3 ഷിഫ്റ്റായിട്ട് നമ്മൾ തിരിക്കാം.
ഓക്കെ, 20+20+20 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ 20 ദിവസം സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം. ഓക്കെ, നമുക്കറിയാം 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ മറ്റൊരു എക്സാമിന് വേണ്ടി പഠിക്കാത്ത സ്പെഷ്യൽ ടോപ്പിക്കാണ് അല്ലേ, ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ്. സോ 20 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം ഇടുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് 20 ദിവസം തന്നെ ഒന്ന് പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ദിവസം അതിനുശേഷം 5 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 4 തവണയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലാൻ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ ഓക്കെ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. 20 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടോളണം ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ദിവസം എന്നുള്ള രീതിയിൽ ഇടയിൽ വെച്ചിട്ട് പ്ലാൻ ചെയ്യാം. ഇനി 20 ദിവസം കണ്ടിന്യൂസ് പഠിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം. കാരണം തീർത്ത് പോകണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഫസ്റ്റ് തന്നെ 20 ദിവസം ഇതങ്ങ് പഠിച്ചു പോകാം. ഇനി അല്ല 5 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ ഒരു ഗ്രാഹ്യം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി പെട്ടെന്ന് പഠിച്ചാൽ കിട്ടും എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു 20 ദിവസം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ മറ്റുള്ള അറിയാത്ത സബ്ജക്ട്സിലേക്ക് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി കുറേ സമയം ഇരുന്ന് പഠിച്ചാലേ കിട്ടുള്ളൂ എന്നുള്ളവരാണെങ്കിൽ, പലർക്കും പല രീതിയിലുള്ള ആയിരിക്കുമല്ലോ പഠനശീലങ്ങളൊക്കെ. അപ്പം ആ രീതിയിലുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ ഫുൾ ടൈം ഇരിക്കാൻ പറ്റണമെന്നില്ല. ഫുൾ ടൈം ആസ്പിരൻസ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ നേരം ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ചിട്ട് 20 ദിവസത്തെ കൃത്യമായിട്ട് കൊടുക്കുക. പക്ഷേ 20 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തോളാം. കാരണം അത്ര ഇമ്പോർട്ടൻസ് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനുണ്ട്. 20 ദിവസം കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി മാത്രം അലോക്കേറ്റ് ചെയ്തേ പറ്റൂ. ഇനി ബാക്കിയുള്ള 40 ദിവസം അതിൽ 20 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് 20 എന്ന് പറയുന്നത് 40 മാർക്ക് വരുന്ന സബ്ജക്ട്സ് ആണ്. ഏതൊക്കെയാണ് 40 മാർക്ക് വരുന്ന സബ്ജക്ട്സ്? GK, അതുപോലെ തന്നെ അടുത്ത 40 മാർക്കിൻ്റെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 40 മാർക്ക് GKയുടെ മാർക്കാണ്. സോ ആ ഒരു 40 മാർക്കിനായിട്ട് 20 ദിവസം ഇടുക. GK എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ വായിച്ചു അല്ലേ, ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കറണ്ട് അഫയേഴ്സിൽ വരുന്ന, അല്ലെ കറണ്ട് അഫയേഴ്സിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ലിറ്ററേച്ചർ, ശാസ്ത്രം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും വേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ സമയം കൊടുക്കണം. അതുകൊണ്ട് ഈ ഒരു 40 മാർക്കിന്റെ പോർഷനാണ് നമ്മൾ അടുത്ത 20 ദിവസം കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്ത 40 മാർക്ക്, അതായത് കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇത്രയും ഏരിയാസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അടുത്ത 40 മാർക്കിന്റെ ഏരിയാസ് വേണ്ടിയിട്ട് അടുത്ത 20 ദിവസം കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 20 എങ്ങനെ ഡിവൈഡ് ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് 20 എന്തിനാ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം, അടുത്ത 20 ദിവസം GK പാർട്ടിന് മാത്രം, അടുത്ത 20 ദിവസം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഈ ഒരു ടോപ്പിക്കിന് മാത്രം. ഓക്കെ, ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ലോങ് ടേം ബാച്ചിൽ നിങ്ങൾ പഠിക്കുന്ന പോലെ പഠിക്കാനുള്ള ടൈമിന് ഇല്ല. നമ്മുടെ മുമ്പിൽ ആകെ എന്താണ്? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് 4 സബ്ജക്ട്സിനും കൂടെ ആകെയുള്ളത് 20 ദിവസമാണ് അല്ലേ. അപ്പോൾ ഈ ഒരു 20 ദിവസത്തിനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 20 ദിവസത്തിന് എഫക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻസ് എവിടെയാണ്? PYQ. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് എടുത്ത് ഓരോ സബ് ടോപ്പിക്സ് എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ഓരോ ഏരിയാസ് നമ്മൾ പഠിച്ച് അതിനൊന്നും ഇനി സമയമില്ല. നമുക്ക് എന്താണ്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഈ 4 സബ്ജക്ട്സിനും കൂടെ നമുക്ക് കിട്ടുന്നത് 20 ദിവസം മാത്രമാണ്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? PYQലേക്ക് ചുരുക്കുക. PYQലേക്ക് ചുരുക്കുക എന്ന് പറയുമ്പോൾ PYQ മോശമാണെന്ന് വിചാരിക്കരുത്. കാരണം PYQ ആണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. നിങ്ങൾക്കൊരു എക്സാമിന് കുറച്ച് സമയം മാത്രമുള്ളപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ് PYQ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ PYQ അനാലിസിസ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ലോങ് ടൈം ബാച്ചിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പലപ്പോഴും സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് പിള്ളേർക്ക്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് ഒരിക്കലും ധരിക്കരുത്. ഇനി പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി പഠിച്ചാലും കിട്ടും. എഫക്റ്റീവായിട്ട് ഈ പറയുന്ന രീതിയിൽ ദിവസങ്ങൾ ഉപയോഗിക്കുക. PYQs കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക. മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും കറണ്ട് അഫയേഴ്സിനും PYQs നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് തന്നെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ എന്താണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മാത്രം PYQs അല്ല, ഏതൊക്കെ നോക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ എക്സാംസ് ആണെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ്, ഈ ഒരു 20 മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് 40 മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് 20 ദിവസം PYQ അനാലിസിസ് കൃത്യമായിട്ട് PYQ അനാലിസിസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, PYQs നോക്കുക, ഏത് ഏരിയയിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഏത് ഏരിയയിൽ നിന്നുമാണ് കുറവ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ PYQ അനാലിസിസ് നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ
അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് ഇനി എത്ര വരെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. 10 മാർക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ചില എക്സാംസിനൊക്കെ ആണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ബ്ലെൻഡ് ചെയ്തിട്ടാണ്, പ്രത്യേക ഒരു സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് BF ഒക്കെ 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സിന് സ്പെഷ്യൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. സോ 2025 കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ്, 2025 ജാനുവരി മുതലുള്ള കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ്, നമുക്കറിയാം ഡിസംബറിലാണ് എക്സാം. അപ്പോൾ ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഈ 2025 കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കുക. അതുപോലെ തന്നെ 2024 വന്നിട്ടുള്ള 2024ലും 2025 വന്നിട്ടുള്ള എല്ലാ അവാർഡ്സ്, ഓക്കെ, പത്മ അവാർഡ്സ് ഉണ്ട്, ഇന്റർനാഷണൽ അവാർഡ്സ് ഉണ്ട്, ഫിലിം ഇൻഡസ്ട്രിയൽ അവാർഡ്സ്, നൊബേൽ പ്രൈസ്, ഓസ്കാർ പോലുള്ള കംപ്ലീറ്റ് അവാർഡ്സ്, അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്സ് പോലുള്ള കംപ്ലീറ്റ് അവാർഡ്സ്, എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അവാർഡ്സ് എല്ലാം തന്നെ പഠിച്ചു വയ്ക്കുക, സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവാർഡ്സ്, എന്തായാലും ഉണ്ടാവും. അതേപോലെ തന്നെയുള്ളതാണ് പദ്ധതികൾ. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും പദ്ധതികൾ, സ്കീമുകൾ, ഓക്കെ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന ഒരു ഏരിയയാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തായാലും നോക്കി വയ്ക്കുക. ഓരോ പദ്ധതികളെക്കുറിച്ചും വ്യക്തമായിട്ട് ധാരണ വേണം, കൃത്യമായി എഴുതി പഠിക്കുക. ഓരോന്നിൻ്റെയും എത്രയാണ് അതിന് കൊടുക്കുന്ന അലോക്കേഷൻ്റെ ബെനിഫിഷ്യറി ആരാണ്, എന്താണ് പേര്, ഏത് മേഖലയിലാണ്, ഏത് സർക്കാരിൻ്റെയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, ഇങ്ങനെയുള്ള കൃത്യമായ ധാരണ ഓരോ പദ്ധതികളെക്കുറിച്ചും ഉണ്ടാക്കിയെടുക്കുക. സോ കറണ്ട് അഫയേഴ്സ് എന്തായാലും നോക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്ക് കളയരുത്. ഓക്കെ, 2025 കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കുക. 2024 2025 അവാർഡുകളും എല്ലാം നോക്കി വയ്ക്കുക. ഇനി അടുത്തത് PYQ. നമ്മൾ പറഞ്ഞു PYQ അനാലിസിസ് ചെയ്യണം. ഏതൊക്കെ PYQs ആണ് അനാലിസിസ് ചെയ്യേണ്ടത്? PYQ അനാലിസിസിലേക്ക് വരുമ്പോൾ 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ. അപ്പോൾ ഏതൊക്കെ സബ്ജക്ട്സിനാണ് നമ്മൾ പറഞ്ഞത്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഈ 3 സബ്ജക്ട്സിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ PYQ അനാലിസിസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഏതൊക്കെ ചെയ്യുക? 10th ലെവലിലെയും +2 ലെവലിലെയും ഡിഗ്രി ലെവലിലെയും എല്ലാ ക്വസ്റ്റ്യൻസും ഇരുന്ന് ആൻസർ ചെയ്യുക. ഇപ്പം നമ്മൾ ഓരോന്ന്, ഇപ്പം എനിക്ക് മാത്സ് ഓക്കെയാണ് എന്ന് കരുതി ഞാൻ മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യില്ല എന്ന് കരുതി ഒരിക്കലും വിടരുത്. സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിൽ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുക എപ്പോഴും. ഓക്കെ, ഉള്ളത് കയ്യിൽ നിന്ന് കളയാതിരിക്കുക. നമുക്കിനി കുറച്ച് സമയം കൂടി ഉള്ളൂ, 2 മാസമാണുള്ളത്. അപ്പോൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം. ആ സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ളത് എനിക്ക് അറിയാമെന്ന് കരുതി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, കയ്യിലുള്ളത് കളയാതിരിക്കുക. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം? മാക്സിമം നല്ല ഹെവി പ്രാക്ടീസ് എന്ത് ചെയ്യുക? എല്ലാ PYQസിലും മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, ഇതിന് 3 എണ്ണത്തിനും കൊടുത്തോളണം. ഓക്കെ, മാത്സ് 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ 3 ചെയ്ത് നോക്കുക. ഇനി ഡിഗ്രി ലെവൽ നിങ്ങൾക്ക് ചിലപ്പോൾ ടഫായിട്ട് തോന്നും. ഡിഗ്രി ലെവൽ ഇതൊരു പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ടഫായിട്ട് തോന്നും. പക്ഷെ എന്നാൽ പോലെ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. 12th ലെവലും 10th ലെവലും എന്തായാലും ചെയ്യണം. ഓക്കെ, ഈ 2 ലെവലിൻ്റെയും എല്ലാ എക്സാംസിൻ്റെയും PYQs എടുത്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചേ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരിക്കലും PYQ അനാലിസിസ് ചെയ്യാതെ പോകരുത്. ഓക്കെ, ഇനി PYQ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മേജർ ഏരിയാസ് മനസ്സിലാവും. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലെ മേജർ ഏരിയാസ് മനസ്സിലാവും. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കാണുന്ന ഏതാണ്? ഇപ്പോൾ എഴുത്തച്ഛന് പുരസ്കാരം എല്ലാ വർഷവും തന്നെ ചോദിച്ച് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ വർഷവും മാറി മാറി വരുന്ന എഴുത്തച്ഛന് പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും എന്താണ് ചോദിക്കുന്നത്. അതുപോലെ ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പദ്ധതികൾ ചോദിച്ച് കാണുന്നതാണ്, അവാർഡുകൾ ചോദിച്ച് കാണുന്നതാണ്. ഇതുപോലെ ഓരോ മേഖലയിലും ഇപ്പോൾ GST റിഫോംസ്, അമെൻമെൻറ്റുകൾ കൃത്യമായിട്ട് എല്ലാ വർഷവും ചോദിച്ച് കാണുന്നതാണ്. അമെൻമെൻറ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ, ഓക്കെ, അതുപോലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് ചോദിക്കുന്ന. ഇതുപോലെ മേജർ ഏരിയാസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മേജർ ഏരിയാസിൽ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? ബി ഫെമിലിയർ വിത്ത് ദ സിലബസ് എന്നുള്ളതാണ്. സിലബസിൽ നിന്നും നിങ്ങൾ കണക്ട് ചെയ്യണം. അപ്പോൾ മേജർ ഏരിയാസ് നിങ്ങൾ കണ്ടെത്തി. മേജർ ഏരിയാസ് കണ്ടെത്തുകയാണെങ്കിൽ ഇത് എവിടെയാണ് സിലബസിൽ വരുന്നത്? അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എടുത്ത് വെക്കുക. സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും കയ്യിൽ വേണം. അതുമായിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു മേജർ ഏരിയ ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഇത് ഏത് പോർഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത്, കൃത്യമായ ധാരണ വേണം. കണക്ട് ചെയ്ത് പഠിക്കുകയും വേണം, ഓർത്ത് വയ്ക്കുകയും വേണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് മോഡൽ എക്സാംസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തായാലും എക്സാംസിൻ്റെ പ്രാക്ടീസ് നിർബന്ധമായിട്ട് ചെയ്യണം. നമ്മൾ ഇപ്പോൾ പെട്ടെന്നൊരു സ്ട്രാറ്റജി, നമ്മളിപ്പോൾ 60 ദിവസത്തെ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, നമുക്കൊരു ലോങ് ടേമിന് ഇല്ല. ഇനി നമ്മൾ ഒരു 60 ദിവസത്തെ കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ 60 ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ട്.
ഓക്കെ, അങ്ങനെ വേണം ചിന്തിക്കാൻ. 60 ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. 60 ദിവസം എന്ന് പറഞ്ഞാൽ നിസ്സാര സമയമല്ല. 2 മാസം കംപ്ലീറ്റ് ആയിട്ട് നമുക്കുണ്ട്. ഇപ്പോൾ ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, 2-3 ദിവസത്തോടെ ഒക്ടോബറിനുണ്ട്. അപ്പോൾ ഈ ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് കൃത്യമായ പ്ലാൻ തയ്യാറാക്കുക. ഒക്ടോബർ 1-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യണം. നിർബന്ധമായിട്ടും അവിടെ ഒരു ഫ്ലോ വരരുത്. ഒക്ടോബർ 1-ാം തീയതിന് സ്റ്റാർട്ട് ചെയ്യുക. ഒക്ടോബർ 1-ാം തീയതിക്ക് മുൻപായിട്ട് ഈ മാസം അവസാനത്തോടെ കൂടെ തന്നെ കൃത്യമായ സ്റ്റഡി പ്ലാനും ടൈം ടേബിളും നിങ്ങളുടെ കയ്യിൽ വേണം. ഓക്കെ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക്കും തീരില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളൊരു ഫീല് മാത്രമേ ഉണ്ടാവുള്ളൂ, കൃത്യമായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റില്ല. ഒറ്റ എക്സാമേ ഉള്ളൂ, പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന 2-3 കടമ്പകളൊന്നുമില്ല. ഒറ്റ എക്സാം മാത്രമാണുള്ളത്. ഒറ്റ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ഓക്കെ, സോ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലുള്ള ഫോഴ്സ് എക്സാംസിന്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഫിസിക്കലും മെഡിക്കലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കലും മെഡിക്കലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കട്ട് ഓഫ് മറ്റ് എക്സാംസിനെ അപേക്ഷിച്ച് പലപ്പോഴും കുറവായിരിക്കും. ഓക്കെ, സാധാരണ രീതിയിൽ കട്ട് ഓഫുകൾ കുറവായിട്ടാണ് ഫോഴ്സ് എക്സാംസിന് വരിക. കാരണം അതിൻ്റെ ഫിസിക്കലിൻ്റെ മാർക്കോടെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഫിസിക്കലിൻ്റെ മാർക്ക് കൂടെ ഒരു പോസിറ്റീവായിട്ട് എടുക്കാവുന്നതാണ്. ഫോഴ്സ് എക്സാംസിന് ഒരു പ്രത്യേകതയാണ്, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് കട്ട് ഓഫ് കുറവായിരിക്കും എന്നുള്ളത്. അപ്പോൾ എഗൈൻ ഒരു പോസിറ്റീവ് കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ടെൻഷൻ കുറയാനുള്ള ഒരു കാര്യമാണ് കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇടുന്ന എഫേർട്ട് അതനുസരിച്ച് തന്നെ ഇട്ടാൽ മതി. കൃത്യമായിട്ട് തന്നെ സ്ട്രാറ്റജിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി ഏതൊക്കെ എക്സാംസ് ആണ് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് ആയിട്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ അതായത് ഇതേ എക്സാമിൻ്റെ തന്നെ PYQs നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. അതേപോലെ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഉണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ CEO എക്സാമിൻ്റെ PYQs നിങ്ങൾക്ക് കളക്ട് ചെയ്യാം. LDC എക്സാംസ് നമുക്കറിയാം പല ഫേസുകളായിട്ടാണ് നടക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് അല്ലേ? LDCയിലേക്ക് വരുമ്പോൾ ജില്ലാ തലത്തിലാണ്, ഒരുപാട് ഫേസുകളായിട്ടാണ് നടക്കുന്നത്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് LDCയുടെ. അപ്പോൾ LDCയുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എടുത്ത് ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾ, 12th ലെവൽ പ്രിലിംസ് എക്സാമുകൾ ഈ അടുത്ത വർഷങ്ങൾ നിങ്ങളൊരു ഒരുപാട് ബാക്ക് പോകണ്ട, ഒരു 2022 മുതലുള്ള നോക്കിയാൽ മതി. 2022 മുതലുള്ള 10th ലെവൽ പ്രിലിംസും 12th ലെവൽ പ്രിലിംസിൻ്റെയും എക്സാംസ് എടുത്ത് വെച്ചിട്ട് പഠിക്കുക. അതുപോലെ CPO, WCPO, ഓക്കെ, CPO അതുപോലത്തെ WCPO ഒക്കെ ഫോഴ്സ് എക്സാം, ഇപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് എക്സാമായിട്ടൊക്കെ ഏകദേശം അടുത്ത് പോകുന്ന രീതിയിലുള്ള ഫോഴ്സ് എക്സാംസ് ആണ്. CPO, WCPO നിർബന്ധമായിട്ടും PYQ എടുത്ത് പഠിക്കുക. ഫയർമാൻ, ഫയർ വുമൺ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ്. അതും ഏകദേശം സിലബസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് വരിക. സെയിം എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരിക. സോ ഫയർമാൻ്റെ ഫയർ വുമൻ്റെ ഒക്കെ നിങ്ങൾക്ക് PYQs കിട്ടും. എല്ലാം ഇരുന്ന് ചെയ്ത് പഠിക്കുക. അതുപോലെ തൊഴിൽ പബ്ലിക്കേഷൻസ്, തൊഴിൽ വാർത്ത, തൊഴിൽ വീഥി പോലുള്ള തൊഴിൽ പബ്ലിക്കേഷൻസിൻ്റെ എല്ലാം കൂടെ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. വിത്ത് OMR അല്ലേ, OMR ഷീറ്റോട് കൂടെ തന്നെ അവൈലബിൾ ആണ്. ചെയ്ത് പഠിക്കുക. ഈ എല്ലാ എക്സാംസും OMR ഷീറ്റിൽ തന്നെ ചെയ്തോളണം. ഓക്കെ, OMR ഷീറ്റിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക, OMR ഷീറ്റ് തന്നെ ചെയ്ത് പഠിക്കുക. ഓക്കെ, OMR ഷീറ്റ് തന്നെ ചെയ്ത് പഠിക്കുക. അതുപോലെ കൃത്യമായിട്ട് ടൈം പാലിക്കുക. നിങ്ങൾ എക്സാമിന് എത്ര ടൈമാണ് ഉള്ളത് ആ ഒരു ടൈം കൃത്യമായിട്ടൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോക്കിൽ നിങ്ങൾ നോക്കിയിട്ടോ കൃത്യമായിട്ട് സ്റ്റാർട്ടിങ് ടൈമിൽ ഇരിക്കുക, സ്റ്റോപ്പിംഗ് ടൈമിൽ നിർത്തിക്കൊള്ളണം. കൃത്യമായിട്ട് ടൈമും കൂടെ സെറ്റ് ചെയ്ത് വേണം പഠിക്കാൻ. ഒരു കാരണവശാലും മോഡൽ എക്സാം ചെയ്യുമ്പോൾ പകുതി വെച്ച് ചെയ്തിട്ട് എണീറ്റ് പോവുക, അല്ലെങ്കിൽ ഒരുപാട് 2-3 മണിക്കൂർ എടുത്തിട്ട് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. എഫക്റ്റീവ് ആവണമെങ്കിൽ കൃത്യമായ സമയത്തിനുള്ളിൽ OMR ഷീറ്റിൽ തന്നെ ചെയ്തോളണം. ഓക്കെ, എന്നാലാണ് എഫക്റ്റീവ് ആവുള്ളൂ. നമുക്ക് 60 ദിവസമുണ്ട്. ഓക്കെ, 60 ദിവസം നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും? വീക്കിലി ഒരു 3-4 ചെയ്യാലോ? എന്തായാലും ചെയ്യണം. വീക്കിലി 3-4 PYQs നിങ്ങൾക്ക് ചെയ്യാം. മോഡൽ എക്സാംസ് നിങ്ങൾ കൊടുക്കാം. ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും എടുക്കുക. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇത് എടുക്കുമ്പോൾ തന്നെ ധാരാളം ഒരു 50-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായി. സോ ഇതെല്ലാം എടുത്ത് വെക്കുക, OMR ഷീറ്റ് എടുത്ത് വെക്കുക, കൃത്യമായ ടൈം വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്കൊരു എക്സാമിന് ഈ ഒരു എക്സാമിന് പാസ് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യരുത്. ഇത്രയും എക്സാംസിൻ്റെ എല്ലാ PYQs എടുത്തിട്ട് നിർബന്ധമായിട്ടും ചെയ്ത് നോക്കിക്കൊള്ളണം. ഇനി ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഈ എക്സാം ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്കത് വേണ്ടെന്നല്ല. ചെയ്ത് കഴിഞ്ഞ എല്ലാ എക്സാംസിൻ്റെയും മാർക്ക് നോക്കുക. മാർക്ക് നിങ്ങൾ എന്തായാലും നോക്കുമല്ലോ. മാർക്ക് നോക്കിയ ശേഷം അത് അവിടെ എടുത്ത് വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ആ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവൈസ് ചെയ്യുക.
ഓക്കെ, മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തുണ്ടാവും, ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനൊക്കെ ഒന്നോടെ വായിച്ച് നോക്കി ഉറപ്പ് വരുത്തുക. ഇത്രയും ചെയ്താലാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് ഗുണമുള്ളൂ. ഓക്കെ, വെറുതെ ചെയ്ത് എത്രയോ മാർക്ക് കിട്ടി അത് വിട്ടു അങ്ങനെയല്ല. എഗെയിൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക് ചെയ്യണം, വീണ്ടും അതിരുന്ന് പഠിക്കണം, എന്നാൽ മാത്രമാണ് ഇത് എഫക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇനി ഈ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് ഇതിനെ വീണ്ടും റിവൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ വീക്കർ ഏരിയ, എന്താണ് നിങ്ങളുടെ സ്ട്രോങ്ങർ ഏരിയ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ വീക്കർ ഏരിയയും സ്ട്രോങ് ഏരിയയും കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? സ്ട്രോങ് ഏരിയയിൽ വർക്ക് ചെയ്യുക. സ്ട്രോങ് ഏരിയയിൽ മാക്സിമം വർക്ക് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റും? മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ഏരിയയിൽ വർക്ക് ചെയ്യണം. കയ്യിലുള്ളത് കളയരുത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യിലുള്ളത് കളയരുത്. ഏതൊക്കെയാണോ സ്ട്രോങ് ഏരിയാസ് നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അത്യാവശ്യം അറിയാം എന്നുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളണം. ഇനി കുറച്ചൊക്കെ അറിയാം, വലിയ ധാരണയില്ല, കുറച്ചൊക്കെ അറിയാമെന്നുള്ളതാണെങ്കിലോ അതിലും നന്നായിട്ട് വർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒട്ടും അറിയില്ല, ചില പോർഷൻസ് വീക്കസ്റ്റ് ആണെന്ന് വിചാരിക്കുക, ഒട്ടും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്തോളണം. ഓക്കെ, അവോയ്ഡ് ചെയ്യുക. കാരണം നമുക്കിനി 60 ദിവസമാണ്. 60 ദിവസം കൊണ്ട് നമുക്ക് കട്ട് ഓഫ് എത്തിച്ചാൽ മതിയല്ലോ. ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുകയാണ്. ഒന്നും അറിയാത്തതാണെങ്കിൽ മാത്രം, ഇനി മൊത്തം നമ്മൾ ഫുള്ളിരുന്ന് പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും നിങ്ങൾ പഠിക്കുകയും ചെയ്യണം. അവോയ്ഡ് ചെയ്ത് പകുതിയിലധികം അവോയ്ഡ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ, ഒരുപാട് സമയം എടുത്താൽ ഇത് നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള 1, 2, 3 ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ബാക്കിയെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, യെസ്. ഇനി അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് കൃത്യമായിട്ട് എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. 20 ദിവസം നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് 20 ദിവസം ഇട്ടു. അടുത്ത 20 ദിവസം GK ഇട്ടു. അടുത്ത 20 ദിവസം ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സിന് ഇട്ടു. ഇതിൻ്റെ ഒപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും ചെയ്തോളണം. കൃത്യമായിട്ട് തന്നെ ചെയ്തു പോവുക. ഇനി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് 20 ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ 20 ദിവസം നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? കൃത്യമായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, 20 മാർക്കാണ്, 20 ദിവസമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 6 മാർക്കിൻ്റെ ആണ് ഫസ്റ്റ് പോർഷൻ ഫോറസ്റ്റ്, 6 ദിവസം കൊടുക്കുക. ഇനി 7 മാർക്കിൻ്റെയാണ് അടുത്തത് വൈൽഡ് ലൈഫ്, അതിന് 7 ദിവസം കൊടുക്കുക. അടുത്ത പോർഷൻ 5 മാർക്കാണ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, 5 മാർക്ക്. ഇനി അടുത്തത് IT അല്ലേ, ഇൻഫർമേഷൻ ആക്ട്, IT ആക്ടിന് 2 മാർക്കാണുള്ളത്. ഇനി IT ആക്ടിലേക്ക് വരുമ്പോൾ കുറച്ചധികം കാര്യങ്ങളുണ്ട്. 2 മാർക്ക് ഉള്ളെങ്കിൽ പോലും കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ പഠിച്ച് തീരുന്നതിനനുസരിച്ച്, ഇപ്പോൾ ആദ്യത്തെ ടോപ്പിക്സ് ഒക്കെയാണ് നിങ്ങൾക്ക് അത്രയും ദിവസം വേണ്ടാന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോറസ്റ്റ് പഠിക്കാൻ 6 ദിവസം വേണ്ടെങ്കിൽ അത് പിന്നെ എന്ത് ചെയ്യുക? IT ആക്ടിലേക്ക് ഇടുക. അതുപോലെ തന്നെ അടുത്തത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, പെട്ടെന്ന് പഠിച്ചു തീർന്നു, 2-3 ദിവസം കൊണ്ട് പഠിച്ച് തീരുകയാണെങ്കിൽ നേരെ IT ആക്ടിലേക്ക് പോവുക. അങ്ങനെ തീർത്തിട്ട്, കാരണം അത് ഒരുപാട് സമയം IT ആക്ടിൻ്റെ പുറകിരിക്കരുത്, കാരണം 2 മാർക്കേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 മാർക്കിന് വേണ്ടി കുറേ സമയം വെറുതെ കളയരുത്. ബാക്കിയുള്ള ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറസ്റ്റ് 6 മാർക്കിൻ്റെ ചോദ്യവും വൈൽഡ് ലൈഫ് 7 മാർക്കിൻ്റെ ചോദ്യവും കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് 5 മാർക്കിൻ്റെയാണ്. അതായത് 18 മാർക്ക് ഇത്രയും ഏരിയ എന്നാണ്. അപ്പോൾ ഇതിന് മാക്സിമം ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള 2 മാർക്ക് മാത്രമാണ് IT ആക്ട് വരുന്നുള്ളൂ. IT ആക്ട് നോക്കുമ്പോൾ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ടെന്ന് കരുതി അതിൽ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം IT ആക്ടിലേക്ക് സമയം ഇടുക. ഓക്കെ, ഇങ്ങനെയാണ് 20 ദിവസം നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനായിട്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സബ്ജക്ട്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാവും. കാരണം PSCക്ക് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് GK ആയാലും ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും മാത്സ് ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഒരു ഐഡിയ ഉണ്ടാവും. ഈ പറഞ്ഞ 20 ദിവസം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസിന് എത്ര ദിവസം വേണോ അങ്ങനെ കൊടുക്കുക, വീക്ക് ഏരിയാസിന് അതനുസരിച്ച് ദിവസം കൊടുക്കുക. ഒട്ടും അറിയില്ലാത്ത സാധനം അവോയ്ഡ് ചെയ്തിട്ട് എഫക്റ്റീവായിട്ട് ഒരുവിധമൊക്കെ അറിയാം എന്നുള്ളതിനെ സ്ട്രോങ് ആക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷേ റിവിഷൻ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എത്ര ദിവസം ഉണ്ട്? ഇപ്പോൾ 60 ദിവസത്തെ പ്ലാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. 60 ദിവസം കഴിഞ്ഞാൽ ഡിസംബർ 20-ാം തീയതിയാണ് എക്സാം ഉള്ളൂ. ഓക്കെ, 19-ാം തീയതി വരെ സമയമുണ്ട്. അതായത് ഡിസംബർ 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ കൊടുക്കുക. ആ സമയത്ത് പുതിയതായിട്ടുള്ളത് പഠിക്കാൻ പോകരുത്. ഓക്കെ, പുതിയതായിട്ടുള്ളതൊന്നും പഠിക്കാൻ പോകരുത്. 19 ദിവസം കൃത്യമായിട്ട് റിവിഷൻ കൊടുക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, മോഡൽ എക്സാമുകൾ ചെയ്യുക. അത് ഈ ഒരു സമയത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1-ാം തീയതി മുതൽ 19-ാം തീയതി, ഡിസംബറിലെ കാര്യം കേട്ടോ പറയുന്നത്, ഡിസംബർ 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ
ഡിസംബർ 20 നിങ്ങൾക്ക് എക്സാം ആണ്. ഇനി 19 നിങ്ങൾക്ക് റെസ്റ്റ് വേണം, നിങ്ങൾക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ 19 വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. 18 വരെ 18 ദിവസം ഉണ്ട്, ധാരാളം മതി റിവിഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു 18 വരെ ഉള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷൻ പ്ലാനും കൃത്യമായിട്ട് ഉണ്ടാക്കിക്കൊള്ളണം. 18 ദിവസം എങ്ങനെ റിവൈസ് ചെയ്യും? സ്പെഷ്യൽ ടോപ്പിക്കിന് എത്ര ദിവസം കൊടുക്കും? GK എത്ര ദിവസം കൊടുക്കും? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫയേഴ്സിന് എത്ര ദിവസം കൊടുക്കും? കൃത്യമായിട്ട് നിങ്ങൾ അലോക്കേറ്റ് ചെയ്യുക, റിവിഷൻ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ്. ഓക്കെ, റിപ്പീറ്റും റിവൈസും ചെയ്താൽ മാത്രമാണ് ഏതൊരു എക്സാമും നിങ്ങൾ ക്ലിയർ ആവുള്ളൂ. കാരണം പഠിച്ചു വെച്ച കാര്യങ്ങൾ മറന്നുപോകും. ഓക്കെ, 2-3 ദിവസത്തേക്കുള്ളിൽ ഓർത്തിരിക്കില്ല. ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്യണം, റിവൈസ് ചെയ്യണം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിവിഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. ഈ 2 കാര്യങ്ങളും നിർബന്ധമായിട്ടും നോക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഈ ഒരു 60 ദിവസം കൊണ്ട് തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവാൻ കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ആവും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് 1-ാം തീയതി മുൻപ്, അതായത് ഒക്ടോബർ 1-ാം തീയതിക്ക് മുൻപ് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ്. ഓക്കെ, പിന്നെ ടോപ്പിക് ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പോസിബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ അത് നിങ്ങൾ തന്നെ ചെയ്യുക. ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ ടൈം, നിങ്ങൾ എപ്പോഴാണോ പഠിക്കുകയായിരിക്കും, നിങ്ങൾ എത്ര ടൈം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്കർ ഏരിയ ഏതാണ്, ഇതൊക്കെ പ്ലാൻ ചെയ്ത് തന്നെ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഇതനുസരിച്ച് ഉണ്ടാക്കുക. ടോപ്പിക് ഡിവിഷൻ നിങ്ങൾ തന്നെ ഇടുക. അപ്പോൾ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടോപ്പിക്കിനെ നിങ്ങൾ തന്നെ ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ വീക്കർ ഏരിയാസും സ്ട്രോങ് ഏരിയാസും എടുത്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം റിവൈസും റിപ്പീറ്റേഷനും ചെയ്യുക. മോഡൽ എക്സാംസും PYQസും ചെയ്ത് പഠിക്കാൻ മറക്കരുത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടൊരു കോൺഫിഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ? 2 മാസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്. എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. അതേപോലെ തന്നെ ഡിസംബർ 20-ാം തീയതി മാത്രമാണ് എക്സാം ഉള്ളത്. അതിന് മുമ്പുള്ള കംപ്ലീറ്റ് ദിവസങ്ങളും റിവിഷനായിട്ടും കയ്യിലുണ്ട്. ഓക്കെ, സോ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഒരു കാരണവശാലും ഇനി ഒരു ഫ്ലോ വരരുത്, ഒരു ഫോൾട്ടും വരരുത്. ഓക്കെ, സോ PSCയിൽ നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റിന്റെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. ലോയിൻ്റെ അതുപോലെ തന്നെ ബാക്കിയുള്ള PSC ടോപ്പിക്സിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒറ്റ ബാച്ച് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ച് ആയിരിക്കും. ഇതിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. യെസ്, ഓക്കെ, അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ഡിസംബർ 20-ാം തീയതി നിങ്ങൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിന് വരെയുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റ് സെഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക് യു.